വീടുകളിലെ മതിലിൻ്റെ വിടവുകളിലും കല്ലിടുക്കുകളിലും മരപ്പൊത്തുകളിലും കാണുന്ന ചെറുതേനീച്ച കോളനികളെ എങ്ങനെ മനുഷ്യനിർമ്മിതമായ കൂടുകളിലേക്ക് മാറ്റാം എന്നതിൻ്റെ സാങ്കേതിക വിദ്യയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനായിട്ട് ഒരു തേക്കിലെ തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറുതേനീച്ച പെട്ടിയും ഒരു പൈപ്പുമാണ് ആവശ്യം. ഈ പൈപ്പിൻ്റെ വ്യാസം ഏതാണ്ട് 1/2 ഇഞ്ചാണ്. ആദ്യമായി ഈ തേക്കിൻ്റെ പെട്ടിയിൽ രണ്ടറ്റത്തും നമ്മൾ ഓരോ സുഷിരം വീതം നൽകേണ്ടതാണ്. അതിനുശേഷം പൈപ്പിൻ്റെ ഒരറ്റം നമ്മുടെ പ്രകൃതിദത്തമായ കോളനി അല്ലെങ്കിൽ ഫെറൽ കോളനിയുടെ പ്രവേശന കവാടത്തിലും മറ്റേ അറ്റം തേക്കിൻ്റെ പെട്ടിയുടെ ഒരറ്റത്തുമായി ഘടിപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം തേക്കിൻ്റെ പെട്ടിയുടെ മറ്റേ അറ്റത്തെ ദ്വാരത്തിൽ അല്പം പശ തേനീച്ചയുടെ കൂട്ടിനുള്ളിൽ കാണുന്ന പ്രൊപ്പോളിസ് പുരട്ടിക്കഴിഞ്ഞാൽ തേനീച്ചകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ട്യൂബിൽ കൂടി കയറി കൂട്ടിനുള്ളിൽ കൂടി പുറത്തോട്ട് പോകാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് കോളനികളെ 6 മാസത്തിനുള്ളിൽ തന്നെ കൂട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ചെറുതേനീച്ച പെട്ടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒരു പ്രവേശന കവാടം കാണും. അതിൻ്റെ ഉൾവശത്ത് പൂമ്പൊടിയും മധുവും അതുപോലെ തന്നെ മുട്ടയും സൂക്ഷിക്കുന്ന അറകളും കാണാം.